സാർ നമസ്കാരം. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് പുതിയ ചില വാർത്താവിശേഷങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ്ട് ഈ മാസത്തോടു കൂടി തന്നെ SIT ശബരിമലയുടെ അന്തിമ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഈ വേളയിൽ തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ ആകാംക്ഷയ്ക്ക് കൂടുതൽ ആക്കം പകർന്നുകൊണ്ട് ഇന്നലെ ശബരിമല കൊള്ള നടക്കുന്ന സമയത്ത് 2016 മുതൽ കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ശ്രീ രമേശ് ചെന്നിത്തലയെ അദ്ദേഹത്തിൻ്റെ വഴുതക്കാടുള്ള വീട്ടിൽ ചെന്ന് കണ്ടത്. രാവിലെ 7:30 കൂടിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ തൻ്റെ ഒരു സഹായിയുമൊത്ത് തൻ്റെ സ്കൂട്ടറിൽ ഏതാണ്ട് കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് 11 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വഴുതക്കാട്ടയിൽ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തിയത്. ഇതിലെടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം, രമേശ് ചെന്നിത്തലയെ കടകംപള്ളി എന്തിനു കണ്ടു എന്നുള്ളത് ചോദ്യം തന്നെയാണ്. അത് പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ കാത്തിരിക്കുന്ന വേളയിൽ ശബരിമലയിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ കാലത്താണ് ഇത്തരം കൊള്ളകൾ നടന്നിരിക്കുന്നു എന്ന സാഹചര്യത്തിൽ കടകംപള്ളി എന്തിനു വേണ്ടി രമേശ് ചെന്നിത്തലയെ കണ്ടു എന്നുള്ളത് വ്യക്തമാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട്, കടകംപള്ളിക്കുമുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഏതാണ്ട് 11 കിലോമീറ്റർ ദൂരം തൻ്റെ സ്കൂട്ടറിൽ തൻ്റെ സഹായിയുമൊത്ത് വഴുതക്കാട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തുമ്പോൾ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന കടകംപള്ളിയുടെ സുഹൃത്തും ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്രമസമാധാന ചുമതല നാട്ടിൽ പാലിക്കപ്പെടണം എന്ന് നിർബന്ധപൂർവം കർക്കശപൂർവ്വം തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്കാണ് ഹെൽമറ്റ് വയ്ക്കാതെ 2 സ്കൂട്ടർ യാത്രക്കാർ വരുന്നത്. അത് ഒന്ന് മുൻ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വീടിന് ചുറ്റും സാധാരണ മന്ത്രിമാരുടെ വീടിന് വിപരീതമായി ധാരാളം പോലീസുകാർ പാറാവുണ്ട്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പല ഉദ്യോഗസ്ഥരും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കാണാൻ വേണ്ടി വരുന്നു പോകുന്നു. ഈ സമയത്താണ് രാവിലെ 7:30 പോലീസിൻ്റെ കൺമുന്നിലൂടെ ഹെൽമറ്റ് ധരിക്കാതെ മുൻ മന്ത്രിയും സുഹൃത്തും കൂടി രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. സാധാരണക്കാരനാണ് ഇതുപോലെ പോലീസിന് മുമ്പിലൂടെ ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്തെങ്കിൽ അവന് 500 രൂപ പിഴയിടും, 3 മാസം ലൈസൻസ് റദ്ദ് ചെയ്യും, ഒരു ദിവസം നിർബന്ധപൂർവ്വം MVD ഉദ്യോഗസ്ഥന്മാരുടെ അവബോധന ക്ലാസ്സിൽ പങ്കെടുപ്പിക്കും. ഇതൊക്കെയാണ് നടക്കുക. ഇവിടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ രമേശ് ചെന്നിത്തല ഒന്നും പറയുന്നില്ല, രമേശ് ചെന്നിത്തലയുടെ പോലീസുകാരൊന്നും മിണ്ടുന്നില്ല, MVDയുമായി ബന്ധപ്പെടുന്നില്ല, ഇതുവരെയും ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ കാശുള്ളവനും സ്വാധീനമുള്ളവനും അധികാരമുള്ളവനും നിയമം ഒരു വഴിക്കും, ഇതൊന്നുമില്ലാത്തവൻ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവർക്ക് നിയമം മറ്റൊരു വഴിക്കും. ഞാനോ സാറോ ആയിരുന്നു ഇതുപോലെ യാത്ര ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മളെ പിഴയിടിപ്പിക്കും, നമ്മുടെ ലൈസൻസ് റദ്ദ് ചെയ്യും, ചിലപ്പോൾ ഈ അറുബോറൻ അവബോധന ക്ലാസ്സിൽ നമ്മൾ പോയിരിക്കേണ്ടതായും വന്നേക്കാം. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് പൊതുപ്രവർത്തകർ പെരുമാറുന്നത്? അക്ഷരാർത്ഥത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ രമേശ് ചെന്നിത്തലയെ വിറപ്പിക്കുന്ന അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ തന്നെയല്ലേ ഹെൽമറ്റ് ധരിക്കാതെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്ക് സ്കൂട്ടർ ഓടിച്ചില്ല? അത് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടി. എങ്ങനെയാണ് രാജ്മോഹൻ സാറ് ഈ നാട്ടിലെ നീതി വാഴ്ചയെ നോക്കിക്കാണുന്നത്, നിയമവാഴ്ചയെ നോക്കിക്കാണുന്നത്? നിയമത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും അതൊക്കെ തന്നെയാണ്. ചില സമയത്ത് നിയമത്തിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, ചില സമയത്ത് നിയമം കണ്ണടയ്ക്കും, ചില സമയത്ത് നിയമം കർക്കശ ദ്രൗദ്രഭാവം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ കാണാൻ പോയി എന്നുള്ളൊരു മുൻമന്ത്രി കാണാൻ പോയി എന്നുള്ളതുപോലല്ല. അല്ല, ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട അത് ആ ഒരു ഗൗരവത്തോടെ കിടക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ പ്രാധാന്യമേറിയതാണ് രമേശ് ചെന്നിത്തല ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം എത്രയോ പേരുടെ കേസുകളുടെ ഫൈൻ അടിച്ച് ഹെൽമെറ്റ് ഇല്ലാതെ പോയതിനൊക്കെ പെറ്റിയടിച്ച് എത്രയോ പേരുടെ കരച്ചിലും ശാപവും ഒക്കെ വാങ്ങിയാണ് ആ കസേരയിൽ ഇരിക്കുന്നത്. ഇവിടെ ഈ 2 പേര് ഇവരാരും അറിയാത്തവരല്ല, ഒളിച്ചും പാത്തുമല്ല വന്നത്. ഇവർ വന്ന് നേരെ വരുന്നത് ഈ സ്കൂട്ടറുമായിട്ട് വരുന്നത് ഈ 12 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വരുന്നത് മറ്റെങ്ങോട്ടുമല്ല, അമ്പലത്തിലേക്ക് പോയതല്ല, ആശുപത്രിയിലേക്ക് പോയതല്ല, മരുന്ന് മേടിക്കാൻ പോയതല്ല, മീനോ ഇറച്ചിയോ മേടിക്കാൻ പോയതല്ല, മറിച്ച് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ കാണാൻ, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കേസുകൾക്കെതിരായി കുരിശുയുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്ന ആഭ്യന്തരമന്ത്രിയെ കാണാനാണ് ഇദ്ദേഹം കടകംപള്ളി പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറുതാകുന്നത് മറ്റാരുമല്ല,
കടകംപള്ളി ചെറുതാകുന്നില്ല, രമേശ് ചെന്നിത്തലയാണ് ചെറുതാകുന്നത്. താങ്കൾ ഇത്രയേ ഉള്ളൂ എന്ന് വ്യക്തമായിട്ട് കടകംപള്ളി രമേശിനോട് പറയുകയാണ്. തൻ്റെ മുമ്പിൽ കൂടിയാണ്, നിങ്ങളുടെ മുമ്പിൽ കൂടിയാണ് ഞാനിങ്ങനെ വന്നിരിക്കുന്നത്. വേണം ഇനി 2 ദിവസം കഴിഞ്ഞ് വേണേൽ കേസാക്കുമായിരിക്കും. അത് പബ്ലിസിറ്റിക്ക് വേണ്ടി അത് ഉപയോഗിക്കാം. കടകംപള്ളി മുൻ മന്ത്രിക്കെതിരെ മന്ത്രി നടപടിയെടുത്തിരിക്കുന്നു, രമേശ് നടപടിയെടുത്തിരിക്കുന്നു, രമേശിനെ ഒരു ഹീറോ ആയിട്ട് ചിത്രീകരിക്കാം. ഇപ്പോൾ എല്ലാം PR വർക്കിൻ്റെ അകമ്പടിയാണല്ലോ എല്ലാത്തിനും നടത്തുന്നത്. ഇത് പക്ഷെ കൊടുക്കുന്ന സിഗ്നലുണ്ട്. ഇപ്പോഴും നിയമവ്യവസ്ഥയിൽ നിയമം നടപ്പാക്കുന്ന വ്യവസ്ഥയിൽ ചില പുഴുക്കുത്തുകളുണ്ട്. അവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ സതീശനല്ല, മുരളീധരനല്ല, എത്ര കൊടി കിട്ടിയവൻ മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ആഭ്യന്തരമന്ത്രിയായാലും ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടിയാണിത്. സാർ, നമ്മുടെ ഈ കഴിഞ്ഞ ജനുവരിയിൽ മാത്രം ഏതാണ്ട് 2,56,00,000 രൂപയാണ് ഈ ഹെൽമറ്റ് ധരിക്കാത്തതുമായി ബന്ധപ്പെട്ട് വേട്ടയിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് അവർ പിഴ അടപ്പിച്ചിരുന്നത് 2,56,00,000 രൂപ ഹെൽമറ്റ് ധരിക്കാത്തതിൻ്റെ പേരിൽ പിഴ അടപ്പിച്ചു എന്ന് പറയുമ്പോൾ MVDയുടെ ഒരു നേട്ടമായിട്ട് അതിനെ കണക്കിലെടുക്കാം. അതുപോലെ തന്നെ 2,19,00,000 കേസുകളാണ് ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവർ പിടിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്രത്തോളം അത് ഈ ജനുവരിയിൽ മാത്രമാണ്, ജനുവരി ആദ്യ വാരത്തിലാണെന്ന് ഓർക്കണം സംസ്ഥാന തലത്തിലുണ്ടായിരിക്കുന്ന ഈ കേസുകൾ, അല്ലെങ്കിൽ ഇത്രയും തുക ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് ഈടാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് മുൻ മന്ത്രിയായിരുന്ന ഒരാളുടെ ഇതുപോലുള്ള നിയമരാഹിത്യം, അത് പട്ടാപ്പകല് രാവിലെ 7:30 ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുന്നിലേക്ക്, അതീവ സുരക്ഷയുള്ള സ്ഥലം തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയൊക്കെ വസതി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ധാരാളം പോലീസുകാർ നിൽക്കുന്നത്. അവരുടെ കൺമുന്നിലൂടെ തന്നെ സ്കൂട്ടർ ഓടിച്ച് മന്ത്രിയുടെ വസതിയിലേക്ക് വരിക, തിരിച്ച് മന്ത്രിയെ കണ്ടതുപോലെ തന്നെ ഒരു കുഴപ്പമില്ലാതെ ഇറങ്ങി പോകുക. അപ്പോൾ അത് മന്ത്രി അറിയേണ്ടതല്ലേ, അല്ലെങ്കിൽ മന്ത്രിക്ക് എന്തായാലും മന്ത്രിയെ കാണാൻ വേണ്ടി ഇന്ന ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഇന്റലിജൻസ് ബ്യൂറോ അവർക്ക് കൃത്യമായ വിവരം കൊടുക്കും. ഇന്ന ആളാണ് വരുന്നത്, ഇന്ന വാഹനത്തിലാണ് എത്തിയിരിക്കുന്നത്, 2 പേരുണ്ട്, അവർ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്നുള്ളൊരു പരിശോധന കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരം ആളുകളെയൊക്കെ കടത്തിവിടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ സാധാരണ പൗരന്മാർക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് ഒരു മുൻ മന്ത്രിക്കുള്ളത് എന്നുള്ളത് രമേശ് ചെന്നിത്തല വ്യക്തമാക്കണം. അങ്ങനെ മുൻ മന്ത്രിമാർക്കോ സമൂഹത്തിൽ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകന്മാർക്കോ ആർക്കെങ്കിലും ഹെൽമെറ്റ് വേണ്ട എന്നുള്ളതാണോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ തീരുമാനം എന്നുള്ളത് നമുക്കറിയില്ല. ഇനിയിപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ലെങ്കിലും ആ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പാറാവ് നിൽക്കുന്ന ധാരാളം പോലീസുകാരുണ്ട്. ഈ പോലീസുകാരുടെ നിയമം പാലിക്കുക എന്നുള്ളതാണ്, നീതിപാലകരാണ്. അപ്പോൾ അവർ MVDയെ തത്സമയം വിളിച്ച് ഇത് അറിയിക്കേണ്ട കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ആകെ എല്ലാ അർത്ഥത്തിലും അവിടെ വലിയ തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തല എന്ത് കാര്യത്തിന് വേണ്ടി കടകംപള്ളി കാണാൻ പോയി എന്നുള്ളത് നമ്മളിവിടെ പറയുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടൊക്കെ വരുന്നതിൻ്റെ സാഹചര്യത്തിൽ അതുമായി എന്തെങ്കിലും സംസാരിക്കാനാണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളില്ലാതെ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നതിൽ ഒരു നീതി രാഹിത്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ കടകംപള്ളി വ്യക്തമാക്കിയത് തൻ്റെ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി, ചെറിയൊരു ശുപാർശയ്ക്ക് വേണ്ടി നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നത്. സാധാരണ ഒരു പൗരൻ എന്ന രീതിയിൽ മന്ത്രിമാരെ കാണാനും അവരോട് ആവശ്യമായ കാര്യങ്ങളിൽ ശുപാർശ നേടാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതിലൊന്നും തെറ്റു പറയാൻ പറ്റില്ല, മുൻമന്ത്രിയായാലും സാധാരണ ഒരു പൗരനായാലും. പക്ഷേ മുൻമന്ത്രിയായാലും ഇപ്പോഴത്തെ മന്ത്രിയായാലും സാധാരണ പൗരനായാലും ഹെൽമറ്റ് പോലുള്ള നിർബന്ധിതമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ നീതിരാഹിത്യമാണ്. നീതിപൂർവം, മാതൃകാപൂർവം പെരുമാറേണ്ട ആളുകൾ സമൂഹത്തിൽ ഇത്തരം മാതൃകകൾ ലംഘിക്കുമ്പോൾ, നിയമരാഹിത്യം നടത്തുമ്പോൾ കൃത്യമായി തന്നെ അതിന് നടപടിയെടുക്കാൻ ചുമതലപ്പെട്ട മന്ത്രി കൂടിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. ക്രമസമാധാന പാലനം നടപ്പാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആൾ കൂടിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. അപ്പോൾ തീർച്ചയായും ആ ഭാഗത്ത് വീഴ്ചയുണ്ടായിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രന് മുന്നിൽ രമേശ് ചെന്നിത്തല മുട്ടിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കണ്ടത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി കടകംപള്ളിയുടെ ഭാഗത്തു നിന്നോ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നോ വിശദീകരണങ്ങളോ നടപടിക്രമങ്ങളോ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.